വെൽക്കം ടു റിതം ഓഫ് ലേണിംഗ്. ഇന്ന് നമ്മൾ ബയോളജിയിലെ അസ്ഥിവ്യവസ്ഥ എന്ന് പറയുന്ന ടോപ്പിക്കിനെ കുറിച്ചാണ് പഠിക്കുന്നത് കേട്ടോ. അപ്പൊ അസ്ഥിവ്യവസ്ഥ എന്താന്ന് പഠിക്കാം. അസ്ഥിവ്യവസ്ഥ എന്ന് പറയുകയാണെങ്കിൽ അസ്ഥികളും കുറച്ച് തരുണാസ്ഥികളും അടങ്ങുന്ന ചട്ടക്കൂടിനാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? അസ്ഥിവ്യവസ്ഥ എന്ന് വിളിക്കുന്നത്. അപ്പൊ എന്താണ് അസ്ഥിവ്യവസ്ഥ? അസ്ഥികളും കുറച്ച് തരുണാസ്ഥികളും കൂടുന്ന ചട്ടക്കൂടിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? അസ്ഥി വ്യവസ്ഥ എന്ന് വിളിക്കുന്നത്. എന്താ വിളിക്കണേ? അസ്ഥി വ്യവസ്ഥ എന്ന് വിളിക്കുന്നത്. എന്താണ് അസ്ഥിയെ കുറിച്ചുള്ള പഠനം? അസ്ഥിയെ കുറിച്ചുള്ള പഠനത്തെ ഓസ്റ്റിയോളജി എന്ന് വിളിക്കുന്നു. അസ്ഥിയെ കുറിച്ചുള്ള പഠനമാണ് ഓസ്റ്റിയോളജി കേട്ടോ. അസ്ഥിയെ കുറിച്ചുള്ള പഠനം ഓസ്റ്റിയോളജി ആണ്. മനുഷ്യ ശരീരത്തില് എത്ര അസ്ഥികളുണ്ട്? എത്ര അസ്ഥികളുണ്ട്? 206. എപ്പോഴും ചോദിക്കാറുള്ള ഒരു ചോദ്യമാണ്. മനുഷ്യ ശരീരത്തിലെ അസ്ഥികളുടെ എണ്ണം എത്ര? 206. എത്രയാ? 206. എന്നാല് നവജാത ശിശുക്കളില്, കുട്ടികളില്, നവജാത ശിശുക്കളിൽ എത്ര അസ്ഥി ഉണ്ടാവും? 206 പ്രായപൂർത്തിയായിട്ടുള്ള ഒരു മനുഷ്യനിലാണെങ്കിൽ 300 അസ്ഥികള് നവജാത ശിശുക്കളിലുണ്ട് കേട്ടോ. അപ്പൊ നവജാത ശിശുക്കളിലാണ് അസ്ഥികളുടെ എണ്ണം കൂടുതല്. നവജാത ശിശുക്കളിലെ അസ്ഥികളുടെ എണ്ണം എത്രയാണ്? 300 ആണ്. എന്നാൽ പ്രായപൂർത്തിയായിട്ടുള്ള ഒരു മനുഷ്യന് എത്ര അസ്ഥികളേ ഉള്ളൂ? 206 അസ്ഥിയേ ഉള്ളൂ. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അസ്ഥി ഏതാണ്? ഏറ്റവും വലിയ അസ്ഥിയുടെ പേര് തുടയല് അല്ലെങ്കിൽ ഫീമർ ആണ് കേട്ടോ. അങ്ങനെയും പറയാം. ഫീമർ എന്ന് കാണാം, തുടയൽ എന്ന് വരണമെന്നില്ല ഓപ്ഷൻ. അപ്പൊ ഫീമർ അഥവാ തുടയലാണ് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അസ്ഥി. എന്നാൽ ഏറ്റവും ചെറിയ അസ്ഥി ആണെങ്കിലോ ചെവിയിൽ കാണുന്നതാണ്. അതിന്റെ പേര് സ്റ്റേപ്പിസ് എന്ന്. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ചെറിയ അസ്ഥി, ചെവിയിൽ കാണപ്പെടുന്ന അസ്ഥി സ്റ്റേപ്പിസ്. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അസ്ഥി നമ്മുടെ കാലിന്റെ തുടയിൽ കാണപ്പെടുന്ന അസ്ഥി, അതിന്റെ പേര് ഫീമർ ട്ടോ. അങ്ങനെ വിളിക്കും. മനുഷ്യ ശരീരത്തിലെ അസ്ഥികൾ എന്തൊക്കെ കൊണ്ടാ നിർമ്മിച്ചേക്കണേ? അസ്ഥികൾ നിർമ്മിച്ചിരിക്കുന്നത് കാൽസ്യം ഫോസ്ഫേറ്റും കാൽസ്യം കാർബണേറ്റും കൊണ്ടാണ്. അപ്പൊ അസ്ഥികൾ നിർമ്മിച്ചിരിക്കുന്നത് എന്തുകൊണ്ട്? കാൽസ്യം ഫോസ്ഫേറ്റ് പ്ലസ് കാൽസ്യം കാർബണേറ്റ്, ഇവ രണ്ടും കൊണ്ടാണ് അസ്ഥികൾ നിർമ്മിച്ചിരിക്കണേ. ഇനി അസ്ഥികളുടെ വളർച്ചയ്ക്കായാലും ആരോഗ്യത്തിനായാലും ഏറ്റവും ആവശ്യമുള്ള ജീവകം അല്ലെങ്കിൽ വൈറ്റമിൻ ഏതാണ്? ജീവകം ഡി ആണ്. വൈറ്റമിൻ ഡി ആണ്. വൈറ്റമിൻ ഡി വളരെ അത്യാവശ്യമാണ് അല്ലെ. അസ്ഥികളുടെ ആരോഗ്യത്തിന് ആവശ്യമായ ലോഹ ചോദിക്കണേച്ചാലോ കാൽസ്യം. അപ്പൊ വൈറ്റമിനാ ചോദിക്കണേച്ചാ വൈറ്റമിൻ ഡി, ലോഹ ചോദിക്കണേച്ചാ കാൽസ്യം. എന്നാൽ അസ്ഥികളില് ഏറ്റവും കൂടുതലുള്ള മൂലകം ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരം നമ്മൾ ഓക്സിജൻ പറയണം കേട്ടോ. അസ്ഥികളിൽ ഏറ്റവും കൂടുതലുള്ള മൂലകം ഏതാണ്? ഓക്സിജൻ ആണ്. ഇനി അസ്ഥിയെ ബാധിക്കുന്ന കുറെ രോഗങ്ങളുണ്ട്. ഏത് അസ്ഥിയെ ബാധിക്കുന്ന രോഗങ്ങൾ ഏതൊക്കെയാന്ന് പറഞ്ഞേ? ഓസ്റ്റിയോപോറസിസ്. ഓസ്റ്റിയോപോറസിസ് അസ്ഥിയെ ബാധിക്കുന്നു. ആർത്രൈറ്റിസ് അസ്ഥിയെ ബാധിക്കുന്ന രോഗാണ്. റിക്കറ്റ്സ് അസ്ഥിയെ ബാധിക്കുന്ന രോഗാണ്. ഓസ്റ്റിയോമലേഷ്യയും അസ്ഥിയെ ബാധിക്കുന്ന രോഗാണ്. ഇപ്പൊ ഓസ്റ്റിയോമലേഷ്യ, റിക്കറ്റ്സ്, ആർത്രൈറ്റിസ്, ഓസ്റ്റിയോപോറസിസ് എന്നിവയെല്ലാം അസ്ഥിയെ ബാധിക്കുന്ന രോഗങ്ങളാണ് എന്ന് ഓർത്തു വെക്കുക. ഇന്ത്യയിൽ ആദ്യമായിട്ട് നമ്മൾ ബ്ലഡ് ബാങ്ക് ഒക്കെ കേട്ടിട്ടുണ്ട് ഇല്ലേ? അതുപോലെ തന്നെ അസ്ഥി ബാങ്ക് ഉണ്ട്. എന്താണ് അസ്ഥി ബാങ്ക് എന്ന് പറയും. അപ്പൊ ഇന്ത്യയിൽ ആദ്യമായിട്ട് അസ്ഥി ബാങ്ക് എവിടെയാ തുടങ്ങിയ? ചെന്നൈയിലാ തുടങ്ങിയ. ഇന്ത്യയിൽ ആദ്യമായിട്ട് അസ്ഥി ബാങ്ക് ആരംഭിച്ച സംസ്ഥാനം ഇന്ത്യയിൽ എവിടെ ആരംഭിച്ചേ ചോദിച്ചാൽ ചെന്നൈയിലാണ് തുടങ്ങിയത്. ഇനി നമുക്കറിയാം അസ്ഥികൾക്ക് ഭയങ്കര ബലാണെന്ന് അല്ലെ. ഈ അസ്ഥികൾക്ക് ബലം ഉണ്ടാക്കുന്നത് ഏത് ഘടകമാണ്? അല്ലെങ്കിൽ അസ്ഥികളുടെ കാഠിന്യത്തിന് കാരണമാകുന്നത് എന്താണ്? അസ്ഥികളില് കാൽസ്യം ഫോസ്ഫേറ്റും കാൽസ്യം കാർബണേറ്റും ഉണ്ടെന്ന് പറഞ്ഞുല്ലോ. നമുക്ക് ബലം തരുന്നത്, അസ്ഥികൾക്ക് ഇത്രയും മാത്രം കാഠിന്യം തരുന്നത് കാൽസ്യം ഫോസ്ഫേറ്റ് ആണ്. എന്താണ്? കാൽസ്യം ഫോസ്ഫേറ്റ് ഉള്ളതുകൊണ്ടാണ് അസ്ഥിക്ക് ഇത്രയും എന്തുള്ളത്? കാഠിന്യം ഉള്ളതെന്ന് മനസ്സിലാക്കുക. അസ്ഥികളുടെ സ്ഥാനഭ്രംശം സംഭവിക്കാതെ സന്ധിയിൽ ഉറപ്പിച്ചു നിർത്തുന്നത് ഏത്? സ്ഥാനഭ്രംശം സംഭവിച്ച പ്രശ്നാവില്ലേ? ഒടിച്ചില് വരാം, അല്ലെങ്കിൽ കുഴ തെറ്റുക, അങ്ങനെയൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ടല്ലോ. അപ്പൊ അങ്ങനെ സംഭവിക്കാതെ അസ്ഥിയെ ഭംഗിയായിട്ട് നിലനിർത്തുന്നത് സ്നായുക്കളാണ്. ഏതാണ്? സ്നായുക്കൾ. അപ്പൊ സ്നായുക്കളാണ് അസ്ഥികൾക്ക് സ്ഥാനഭ്രംശം ഒന്നും വരുത്താതെ സന്ധിയില് ഉറപ്പിച്ചു നിർത്തുന്നത്.
ഇനി അസ്ഥിസന്ധികൾ തമ്മിലുള്ള ഉരസൽ കുറയ്ക്കുന്നതിനായി ഇപ്പൊ നമുക്കറിയാം രണ്ട് അസ്ഥികൾ ഉണ്ട് അല്ലെ, ഈ രണ്ട് അസ്ഥികളും തമ്മിൽ ഉരസി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വേദന എടുക്കും. ആ ഉരസൽ ഇല്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഉരസൽ കുറയ്ക്കാൻ വേണ്ടിയിട്ട് സ്നേഹകമായി ഒരു ദ്രവമുണ്ട് ഈ രണ്ട് അസ്ഥികളുടെ ഇടകളിൽ. അതിനെ വിളിക്കുന്ന, ആ ദ്രവത്തെ വിളിക്കുന്ന പേര് സൈനോവിയൽ ദ്രവം എന്നാണ്. അപ്പൊ രണ്ട് അസ്ഥികൾ തമ്മിലുള്ള ഉരസൽ കുറയ്ക്കുന്നതിന് സ്നേഹകമായി ഉപയോഗിക്കുന്ന ദ്രവത്തിന്റെ പേര് സൈനോവിയൽ ദ്രവം എന്നാണ്. അപ്പൊ ആ സൈനോവിയൽ ദ്രവം കുറയുമ്പോഴാണ് നമുക്ക് മുട്ടുവേദന അങ്ങനെയുള്ള പ്രശ്നങ്ങൾ. അപ്പൊ അസ്ഥികൾ തമ്മിൽ കൂട്ടിമുട്ടുകയാണ് കേട്ടോ. ഇനി അടുത്തത്, അസ്ഥിയെ പൊതിഞ്ഞു സംരക്ഷിക്കണ ഒരു അവയവമുണ്ട്. അസ്ഥിയെ പൊതിഞ്ഞു സംരക്ഷിക്കുന്ന അവയവത്തെ നമ്മൾ ക്യാപ്സൂൾ എന്ന് വിളിക്കുന്നു. ക്യാപ്സൂൾ എന്നാ വിളിക്കണേ. അതുപോലെ തന്നെ എല്ലാ അസ്ഥികൾക്കും ചലിക്കാൻ പറ്റില്ല, എന്നാൽ സ്വതന്ത്രമായി ചലിക്കുന്ന അസ്ഥികളുണ്ട്. അവയെ നമ്മൾ സൈനോവിയൽ സന്ധികൾ എന്ന് വിളിക്കുന്നു. സ്വതന്ത്രമായി ചലിക്കുന്ന അസ്ഥികളെ വിളിക്കുന്നത് സൈനോവിയൽ സന്ധികൾ എന്നാണ് കേട്ടോ. ഇനി അസ്ഥികൂടങ്ങളുടെ അല്ലെങ്കിൽ അസ്ഥികളുടെ സ്ഥാനമനുസരിച്ച് മനുഷ്യ അസ്ഥികൂടത്തെ നമുക്ക് രണ്ടായി തിരിക്കാം. അസ്ഥികളുടെ സ്ഥാനമനുസരിച്ച് മനുഷ്യരുടെ അസ്ഥികൂടത്തെ രണ്ടായി തിരിക്കുന്നു. അക്ഷാസ്ഥികൂടമെന്നും അനുബന്ധ അസ്ഥികൂടമെന്നും. അക്ഷാസ്ഥികൂടമെന്നും അനുബന്ധ അസ്ഥികൂടമെന്നും അസ്ഥികളുടെ സ്ഥാനമനുസരിച്ച് മനുഷ്യ അസ്ഥികൂടത്തെ നമ്മൾ രണ്ടായി തിരിക്കുന്നു. അക്ഷാസ്ഥികളുടെ മൊത്തം എണ്ണം ചോദിക്കുകയാണെങ്കിൽ 80 പറയണം. നമ്മുടെ ശരീരത്തിൽ എത്ര അക്ഷാസ്ഥികൾ ഉണ്ട്? 80. മനുഷ്യ ശരീരത്തിന് ചട്ടക്കൂടായി പ്രവർത്തിക്കുന്ന അസ്ഥി വ്യവസ്ഥയാണ് അക്ഷാസ്ഥികൂടം. ഒരു ചട്ടക്കൂട് ഫോമിൽ നിർത്തുന്ന മനുഷ്യ ശരീരത്തിന്റെ അസ്ഥി വ്യവസ്ഥയാണ് അക്ഷാസ്ഥികൂടം. ഈ അക്ഷാസ്ഥികളിലെ പ്രധാനപ്പെട്ടതാണ് തലയോട്, നട്ടെല്ല്, മാറെല്ല്, വാരിയെല്ല് തുടങ്ങിയവ അക്ഷാസ്ഥികളാണ്. നമ്മുടെ വാരിയെല്ല്, മാറെല്ല്, നട്ടെല്ല്, തലയോട് തുടങ്ങിയവ അക്ഷാസ്ഥികളാണ് കേട്ടോ, അക്ഷാസ്ഥികളാണ്. കപാലം, അതുപോലെ തന്നെ കപാലവും മുഖത്തിലെ അസ്ഥികളും ചേർന്നതാണ് തലയോട്. കപാലം അതുപോലെ തന്നെ തലയോട്ടി, കപാലവും മുഖത്തിലെ അസ്ഥികളും ചേർന്നതാണ് തലയോട്. തലയോടിൽ ആകെ 22 അസ്ഥികളുണ്ട്. തലയോടിൽ 22 അസ്ഥികളും തലയിലെ അസ്ഥികളുടെ എണ്ണം 29മാണ്. തലയിലെ അസ്ഥികളുടെ എണ്ണം 29, തലയോടിലാണെങ്കിലോ 22 അസ്ഥികളാണ്. മസ്തിഷ്കത്തെ പൊതിയുന്ന അല്ലെങ്കിൽ പൊതിഞ്ഞിരിക്കുന്ന കാഠിന്യമുള്ള ബാഹ്യ സംരക്ഷണ ആവരണത്തിനെ നമ്മൾ കപാലം എന്ന് വിളിക്കുന്നു. ഇത് നമ്മൾ പഠിച്ചതാണ് മുമ്പ്. മസ്തിഷ്കത്തെ പൊതിയുന്ന കാഠിന്യമുള്ള ബാഹ്യ സംരക്ഷണ ആവരണമാണ് ഏത്? കപാലം എന്നറിയപ്പെടുന്നത്. നാവിന്റെ ചുവട്ടിൽ, നമ്മുടെ നാവിന്റെ ചുവട്ടില് യു ആകൃതിയിൽ കാണപ്പെടുന്ന ഏക അസ്ഥിയാണ് ഹയോയിഡ്. നാവിന്റെ ചുവട്ടിലായിട്ട് യു ഷേപ്പിൽ ഒരു അസ്ഥി ഉണ്ട്. അതിന്റെ പേരെന്താന്നാ പറഞ്ഞ? ഹയോയിഡ് എന്നാണ്. എന്താ അതിന്റെ പേര്? ഹയോയിഡ് എന്നാണ് അതിന്റെ പേര്. അസ്ഥികൂടം മുഴുവൻ തരുണാസ്ഥികളാൽ നിർമ്മിതമായ ജീവികൾ രണ്ടെണ്ണം. ഒന്ന് സ്രാവും അടുത്തത് തിരണ്ടിയും. അസ്ഥികൂടം മുഴുവൻ തരുണാസ്ഥികളാൽ നിർമ്മിതമായ ജീവികളാണ് സ്രാവും അതുപോലെ തന്നെ തിരണ്ടിയും. തലയോട്ടിയിലെ അസ്ഥികളിൽ ചലന സ്വാതന്ത്ര്യമുള്ള ഏക അസ്ഥിയാണ് നമ്മുടെ കീഴ്ത്താടി. മനസ്സിലായോ? തലയോട്ടിയിലെ അസ്ഥികളിൽ ചലന സ്വാതന്ത്ര്യമുള്ളത് കീഴ്ത്താടിക്ക് മാത്രമാണ്. ശരീരത്തിലെ ഏറ്റവും ബലമുള്ള എല്ലും കീഴ്ത്താടിയല്ല. മനസ്സിലാവുണ്ടോ? ശരീരത്തിൽ ഏറ്റവും ബലമുള്ള എല്ല് ചോദിച്ചാൽ കീഴ്ത്താടിയെല്ലാണ് കേട്ടോ. ഓരോ മധ്യകർണവും 3 ചെറിയ അസ്ഥികൾ ഉൾക്കൊള്ളും. മധ്യകർണത്തില് 3 ചെറിയ അസ്ഥികളാണ് മാലിയസ്, ഇൻകസ്, സ്റ്റേപ്പിസ്. മധ്യകർണത്തിലെ 3 അസ്ഥികൾ ഏത്? മാലിയസ്, ഇൻകസ്, സ്റ്റേപ്പിസ്. പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. ഇതിനെ ഒരുമിച്ച് നമ്മൾ വിളിക്കുന്നത് കർണാസ്ഥികൾ എന്നാണ്. ഇവയെ ഒരുമിച്ച് നമ്മൾ എന്ത് വിളിക്കുന്നു? കർണാസ്ഥികൾ എന്ന് വിളിക്കുന്നു. അപ്പൊ മധ്യകർണം 3 ചെറിയ അസ്ഥികൾ കൂടിയതാണ് മാലിയസും, ഇൻകസും, സ്റ്റേപ്പിസും. ഇവയെ കൂടി നമ്മളെല്ലാം കൂടി നമ്മൾ കർണാസ്ഥികൾ എന്ന് വിളിക്കുന്നു. ഇനി രൂപാന്തരണം നടക്കുന്ന നട്ടെല്ലുള്ള ജീവിയാണ് തവള. പരീക്ഷയ്ക്ക് ചോദിക്കാറുള്ളതാണ്. രൂപാന്തരണം നടക്കുന്ന നട്ടെല്ലുള്ള ജീവി ഏതാന്ന് ചോദിച്ചാൽ തവളയാണ്.
രൂപാന്തരണം നടക്കുന്ന നട്ടലില്ലാത്ത ജീവി കൊതുകാണ് കേട്ടോ. രൂപാന്തരണം നടക്കുന്ന നട്ടലില്ലാത്ത ജീവി കൊതുകാണ്. ഇനി അടുത്തത്, മനുഷ്യൻ ജനിക്കുമ്പോൾ ശരീരത്തിൽ എത്ര കശേരുക്കൾ ഉണ്ട്? 33. നമ്മളിപ്പോ നേരത്തെ പറഞ്ഞല്ലോ, അതായത് ഒരാൾക്ക് 206 അസ്ഥികളാണെങ്കിൽ നവജാത ശിശുക്കളില് 300 അസ്ഥിയാണ്. മനുഷ്യൻ ജനിക്കുമ്പോൾ ശരീരത്തിലെ കശേരുക്കളുടെ എണ്ണം 33. മുതിർന്നവരിലെ നട്ടെല്ലിലെ കശേരുക്കളുടെ എണ്ണം 26. മുതിർന്നവരിലെ നട്ടെല്ലിലെ കശേരുക്കളുടെ എണ്ണം 26 അതും കൂടി ഓർക്കണം ട്ടോ. ഇനി മുട്ടുചിരട്ട, നമ്മൾ ചിരട്ട തെറ്റി എന്നൊക്കെ കേട്ടിട്ടുണ്ട് അല്ലെ, മുട്ടുചിരട്ട. ഈ മുട്ടുചിരട്ടയുടെ ശാസ്ത്രീയ നാമമാണ് പാറ്റല്ല. എന്താണ്? പാറ്റല്ല. മുട്ടുചിരട്ടയുടെ ശാസ്ത്രീയ നാമം പാറ്റല്ല. കണങ്കൈയില്ലേ, നമ്മുടെ കണങ്കൈയിലെ അസ്ഥികളാണ് റേഡിയസ്, അൾണ, രണ്ടെണ്ണം. കണങ്കൈയിലെ അസ്ഥികൾ, ഒന്ന് റേഡിയസും അടുത്തത് അൾണ. റേഡിയസ്, അൾണ. കണങ്കാലിലെ അസ്ഥികളോ? ടിബിയ, ഫിബുല. കണങ്കാലിലെ അസ്ഥികൾ ടിബിയ, ഫിബുല. അപ്പൊ കണങ്കാലിലെ ടിബിയ, ഫിബുല രണ്ടസ്ഥികൾ, കണങ്കൈയിലെ റേഡിയസ്, അൾണ രണ്ടസ്ഥികൾ. മുട്ടുചിരട്ടയുടെ ശാസ്ത്രീയ നാമം പാറ്റല്ല. എന്താണ്? പാറ്റല്ല. നെഞ്ചിന്റെ അകഭാഗത്ത്, നെഞ്ചില് അകഭാഗത്ത് മധ്യരേഖയിൽ കാണപ്പെടുന്ന പരന്ന അസ്ഥിയെ നമ്മൾ മാറൽ എന്ന് വിളിക്കുന്നു. നെഞ്ചിന്റെ അകഭാഗത്ത് മധ്യരേഖയിൽ കാണപ്പെടുന്ന പരന്ന അസ്ഥിയാണ്. പരന്ന അസ്ഥിയാണ് ഏത്? മാറൽ എന്ന് വിളിക്കുന്നത്. ഇനി മനുഷ്യ ശരീരത്തില് എത്ര വാരിയെല്ലുകളുണ്ട്? 12 ജോഡി വാരിയെല്ലുകളുണ്ട്. അപ്പൊ 24 അല്ലെ, 12 ജോഡി വാരിയെല്ലുകൾ ഉണ്ട്. ആദ്യത്തെ 7 ജോഡി വാരിയെല്ലുകളെ ആണ് നമ്മൾ യഥാർത്ഥ വാരിയെല്ലുകൾ എന്ന് വിളിക്കുന്നത്. അതായത് ട്രൂ റിബ്സ് എന്ന് വിളിക്കുന്നത് അതിനെയാണ്. യഥാർത്ഥ വാരിയെല്ലുകൾ ആദ്യത്തെ 7 ജോഡി വാരിയെല്ലുകളാണ്. മനുഷ്യ ശരീരത്തിന്റെ സഞ്ചാരത്തിന് സഹായകമായി വർത്തിക്കുന്ന അസ്ഥികൂടം, നമുക്ക് സഞ്ചരിക്കാൻ സഹായിക്കുന്ന അസ്ഥികൂടം അനുബന്ധ അസ്ഥികൂടം എന്ന പേരിൽ അറിയപ്പെടുന്നു. ഏതൊക്കെയാണ് അനുബന്ധ അസ്ഥികള്? കൈകാലുകളിലെ അസ്ഥികള്, തോളല്, ഇടുപ്പല്, ഇതൊക്കെയാണ് നമ്മളെ സഞ്ചരിക്കാൻ സഹായിക്കുന്നത്. കൈകാലുകള്, തോളല്, ഇടുപ്പല്. അപ്പൊ ഇവയെ നമ്മൾ ടോട്ടലി എന്താ വിളിക്കണേ? അനുബന്ധ അസ്ഥികൂടം. മനുഷ്യനില് 126 അനുബന്ധ അസ്ഥികൂടങ്ങളുണ്ട്. എത്ര അനുബന്ധ അസ്ഥികൂടങ്ങളുണ്ട്? 126 അനുബന്ധ അസ്ഥികൂടങ്ങളുണ്ട്. ഒരു കപ്പിന്റെ ആകൃതിയിലുള്ള അസ്ഥിയായ പാറ്റല്ല മുട്ടിന്റെ അകഭാഗത്തെ പൊതിഞ്ഞു കാണപ്പെടുന്നു. അതായത് ഇങ്ങനെ കപ്പ് പോലെ ആയിരിക്കണേ. അത് എന്താണ്? മുട്ടിന്റെ, അതിനെ നമ്മൾ കാൽമുട്ട് ചിരട്ട, നീ ക്യാപ്പ് എന്നൊക്കെ വിളിക്കും. പാറ്റല്ല കേട്ടോ. കപ്പിന്റെ ആകൃതിയിലുള്ള അസ്ഥിയായ പാറ്റല്ല മുട്ടിന്റെ അകഭാഗത്തെ പൊതിഞ്ഞു കാണപ്പെടുന്നു കേട്ടോ. ഇനി അടുത്തത്, അസ്ഥികൾക്ക് പരസ്പരം ബന്ധപ്പെടുന്ന ഭാഗമോ അല്ലെങ്കിൽ അസ്ഥികളും തരുണാസ്ഥികളും തമ്മിൽ ബന്ധപ്പെടുന്ന ഭാഗമോ ആണ് ജോയിന്റ്സ് എന്ന് വിളിക്കുന്നത്. നമ്മൾ ജോയിന്റ് പെയിൻ ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ജോയിന്റ്സ് അല്ലെ. ജോയിന്റ്സിനെ നമ്മൾ മലയാളത്തിൽ എന്ത് വിളിക്കും? സന്ധികൾ എന്ന് വിളിക്കും. സന്ധിവാദം എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടില്ലേ നിങ്ങൾ? അസ്ഥികൾ പരസ്പരം ബന്ധിക്കുന്ന ഭാഗം അല്ലെങ്കിൽ അസ്ഥികളും തരുണാസ്ഥികളും തമ്മിൽ ബന്ധപ്പെടുന്ന ഭാഗമാണ് സന്ധികൾ കേട്ടോ, ഓർക്കണം. ഇനി അടുത്തത്, സന്ധികളിൽ ഘർഷണം കുറയ്ക്കുന്ന സന്ധി തരുണാസ്ഥിയാണ്. സന്ധികളില് ഘർഷണം കുറയ്ക്കുന്ന അസ്ഥി തരുണാസ്ഥി. മനുഷ്യ ശരീരത്തിൽ ചലിപ്പിക്കാൻ കഴിയാത്ത സന്ധി അചലസന്ധി. മനുഷ്യ ശരീരത്തിൽ ചലിപ്പിക്കാൻ കഴിയാത്ത സന്ധികളെ അചലസന്ധികൾ എന്ന് വിളിക്കുന്നു. ചലനശേഷി ഏറ്റവും കൂടിയ സന്ധിയോ? ഗോളര സന്ധി. ചലനശേഷി ഏറ്റവും കൂടിയത്, അതായത് ബോൾ ആൻഡ് സോക്കറ്റ്, അത് പറയുമ്പോഴാണ് നമുക്ക് പെട്ടെന്ന് കിട്ടാം. മലയാളം പറയുമ്പോൾ നമുക്ക് തെറ്റും. ഗോളര സന്ധി മലയാളം നമ്മൾ അധികം ഉപയോഗിക്കാറില്ല മുമ്പൊന്നും. അപ്പൊ മലയാളം ബോൾ ആൻഡ് സോക്കറ്റ് അത് എല്ലാവർക്കും കിട്ടണം. ബോൾ ആൻഡ് സോക്കറ്റ് ജോയിന്റ് അല്ലെ, ഗോളര സന്ധി ട്ടോ. സന്ധികളെ കുറിച്ചുള്ള പഠനം എന്താണ്? ആർത്രോളജി. എന്താ സന്ധികളെ കുറിച്ചുള്ള പഠനം? ആർത്രോളജി. സന്ധികളില് നമുക്ക് യൂറിക് ആസിഡ് അടിഞ്ഞു കൂടിയിട്ട് ഭയങ്കര വേദന ഉണ്ടാവും. ആ പ്രോസസ്സിന് അല്ലെങ്കിൽ അതിന് വിളിക്കുന്ന, ആ വീക്കത്തിന് വിളിക്കുന്ന പേരാണ് ഗൗട്ട്. സന്ധികളിൽ യൂറിക് ആസിഡ് അടിഞ്ഞു കൂടി കഴിഞ്ഞാലേ ഭയങ്കര വേദന ഉണ്ടാവും. അതിനെയാണ് വീക്കം എന്ന് പറയുന്നത് കേട്ടോ. അതാണ് ഗൗട്ട്. ഇടുപ്പിലെ സന്ധി അറിയപ്പെടുന്നത് പെൽവിസ് എന്നാണ്. ഇടുപ്പുണ്ടല്ലോ നമ്മുടെ, അവിടുത്തെ സന്ധിയെ പെൽവിസ് എന്ന് വിളിക്കും. ഇനി അസ്ഥികൾക്കും പേശികൾക്കും ഒക്കെ ചില തകരാറുകൾ വരും. ആ തകരാറുകൾക്ക് 1-2 പേരുകളൊക്കെ ഉണ്ട്. അതൊന്ന് പറഞ്ഞ് പഠിക്കണം നമ്മള്. അതിലൊന്നാണ് സന്ധിവാദം.
നേരത്തെ നമ്മൾ പറഞ്ഞതാണ് റുമാറ്റിക് ആർത്രൈറ്റീസ് എന്ന് വിളിക്കും, സന്ധിവാദം. അതായത് സന്ധികളിലാണ് ബാധ ഉണ്ടാവുക, എന്തെങ്കിലും പരിക്കുകൾ പറ്റുക, പ്രായം വരിക, അപ്പോഴൊക്കെയാണ് സന്ധിവാദം ഉണ്ടാവുക സാധാരണ. ഭയങ്കര വേദനയാവും, സന്ധികളൊന്നും ചലിപ്പിക്കാൻ പറ്റില്ല, നല്ല നീരും വരും. അതാണ് ഇതിന്റെ ലക്ഷണങ്ങൾ കേട്ടോ. ഇനി അസ്ഥിസ്ഥാന ഭ്രംശം, ഡിസ്ലൊക്കേഷൻ എന്ന് വിളിക്കുക അതിന് നമ്മള്. അതും ഇങ്ങനെ തന്നെയാണ്. എന്തെങ്കിലും തകരാറ് വരുമ്പോ, സ്ഥാനമാറ്റമൊക്കെ വരുമ്പോ, അതായത് വീഴുക, അങ്ങനെ പല വഴിക്ക് വീഴുക, അല്ലെങ്കിൽ തന്നെ ഇപ്പൊ ചിലർക്കൊക്കെ നമ്മുടെ കൈയിന്റെ ഇവിടുത്തെ ഷോൾഡറൊക്കെ വെറുതെ തുമ്മി കഴിഞ്ഞാൽ കൈയിന്റെ ഷോൾഡറൊക്കെ വിടുന്ന ആൾക്കാരുണ്ട്, സ്ഥാനഭ്രംശം സംഭവിക്കുന്ന ആൾക്കാരുണ്ട്. അങ്ങനെ വരുമ്പോ നീർക്കെട്ട് വരും, ഭയങ്കര വേദന വരും, ചലിപ്പിക്കാൻ ഈ ഭാഗം നമുക്ക് ചലിപ്പിക്കാൻ തന്നെ പറ്റാത്ത പ്രശ്നങ്ങളൊക്കെ വരും കേട്ടോ. പിന്നെ ഉളുക്ക് നമ്മൾ പറയണ കേട്ടിട്ടില്ലേ, കാലൊന്നും പെട്ടെന്ന് ഉളുക്കി, കൈ ഉളുക്കി എന്നൊക്കെ പറയണ കേട്ടിട്ടില്ലേ. അത് സ്നായുക്കൾ വലിയോ പൊട്ടുകയോ ചെയ്യുമ്പോഴുണ്ടാവുന്ന പരിപാടിയാണ് ഇത് ഉളുക്കൽ കേട്ടോ. അവിടെ എല്ലാം ഈ അസ്ഥിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കൊക്കെ ഉണ്ടാവുക നീർക്കെട്ടും അതുപോലെ തന്നെ വേദനയാണ്. ഇനി അസ്ഥി ക്ഷയം, ഓസ്റ്റിയോപൊറോസിസ്. എന്താണ് അസ്ഥികൾക്ക് എന്താണ് വൈറ്റമിൻ ഡിയുടെ കുറവുണ്ടാവുമ്പോ അസ്ഥികൾക്ക് ബലക്ഷയം ഉണ്ടായിട്ട് ചിലരുടെ അസ്ഥി പെട്ടെന്ന് ഒടിയുന്നു പറയും. ഒരു ബലവും ഇല്ലാത്ത ആൾക്കാരുണ്ട് ചിലരുടെ. ആ വൈറ്റമിൻ ഡി തീരെ ഇല്ലാത്തവര്, കാൽസ്യത്തിന്റെ അളവ് കുറയണവരൊക്കെയാണ് ഈ അസ്ഥികൾ പെട്ടെന്ന് എന്തെങ്കിലും ഒരു ചെറിയ തട്ടലോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ വെറുതെ അമർത്തി പിടിക്കുമ്പോഴൊക്കെ പെട്ടെന്ന് ഒടിയും. അങ്ങനെ അസുഖമുള്ള കുട്ടികളെയൊക്കെ നമ്മള് ടിവികളിലൊക്കെ കാണാറുണ്ട്. ഇനി ഈ അസ്ഥിക്ഷയം കൂടുതൽ ബാധിക്കുന്നത് ഇടുപ്പ്, അതുപോലെ നട്ടെല്ല് തുടങ്ങിയ ഭാഗങ്ങളെയാണ് കൂടുതൽ ബാധിക്കുക. ഇനി മയാസ്തേനിയ ഗ്രേവിസ്, അതൊരു രോഗമാണ്. മയാസ്തേനിയ ഗ്രേവിസ് എന്ന് പറഞ്ഞാൽ നാഡീപേശി സന്ധിയാണ് ഇത് ബാധിക്കുന്നത്. നാഡീപേശി സന്ധിയെ ശരീരത്തിന് സ്വയം പ്രതിരോധ സംവിധാനത്തിന്റെ തകരാറ്. അപ്പൊ നമുക്ക് പ്രതിരോധ ശക്തി കുറയുമ്പോഴാണ് മയാസ്തേനിയ ഗ്രേവിസ് എന്ന് പറയുന്ന അസ്ഥിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള തകരാറുണ്ടാവണം കേട്ടോ. ഇവിടെ എന്താ പറയുന്നത്, ഭയങ്കര ക്ഷീണം, തളർച്ച, ഇതൊക്കെയാണ് ഈ അസുഖത്തിന്റെ ലക്ഷണങ്ങൾ പറയുന്നത്. ഇനി പേശികൾക്ക് ക്ഷയം സംഭവിക്കുക, അത് ജനിതക അപാകതകൾ മൂലമാണ് സാധാരണ രീതികൾ പേശികൾക്ക് ഇങ്ങനെ ക്ഷയം സംഭവിക്കാറ്. അപ്പോ ആൺകുട്ടികളിലാണ് കൂടുതലും പേശി ക്ഷയം എന്ന് പറയുന്ന ഈ അസുഖം ഉണ്ടാവാറ്. പേശികൾ ദുർബലമായിട്ട് വരണ അവസ്ഥയാണ് ഈ അവസ്ഥ കേട്ടോ. ഈ രക്തവാദം അല്ലെ, സാധാരണ അതല്ല രക്തവാദം, പരൽ രൂപത്തിലുള്ള യൂറിക് ആസിഡ് ഉണ്ടല്ലോ, നമ്മുടെ സന്ധികളിൽ അടിഞ്ഞു കൂടുന്നത് മൂലം സന്ധികളിൽ ഉണ്ടാകുന്ന നീർവീക്കത്തിന് വിളിക്കുന്ന പേരാണ് രക്തവാദം കേട്ടോ. പരൽ രൂപത്തിലുള്ള യൂറിക് ആസിഡ് സന്ധികളിൽ ഉണ്ടാക്കുന്ന നീർവീക്കം അല്ലെങ്കിൽ നീർക്കെട്ട്. ഇനി ക്ഷതപാതം, അതായത് ടെറ്റനി, ടെറ്റനസും ടെറ്റനിയൊക്കെ കേട്ടിട്ടില്ലേ നിങ്ങളെ? ടെറ്റനി എന്താ? ടെറ്റനി ശരീരദ്രവത്തിൽ കാൽസ്യം അയോണുകൾ കുറയുമ്പോൾ, ദ്രവം വേണമെന്ന് പറഞ്ഞു നമ്മൾ സ്മൂത്ത് ആയിട്ട് അസ്ഥികൾ ഇങ്ങനെ എന്താ പറയാ ചലിപ്പിക്കാനൊക്കെ. അപ്പൊ ശരീരദ്രവത്തിൽ കാൽസ്യം അയോണുകളൊക്കെ കുറയുമ്പോൾ പേശികൾ വേഗത്തിലും തീക്ഷ്ണമായും സങ്കോചിക്കുന്ന വ്യവസ്ഥയെ, ആ ഒരു പരിപാടിയെ വിളിക്കുന്ന പേരാണ് എന്ത് വിളിക്കുന്നത്? ക്ഷതപാതം അഥവാ ടെറ്റനി എന്ന് വിളിക്കുന്നത്. അപ്പൊ ഇത്രയാണ് നമ്മുടെ അസ്ഥി വ്യവസ്ഥ എന്ന് പറയുന്ന ടോപ്പിക്കുമായി നമുക്ക് പഠിക്കാനുള്ളത്, അസ്ഥി വ്യവസ്ഥ കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് ക്ലാസ് ക്ലിയർ ആയിട്ട് മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു. മനസ്സിലാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ കമന്റ് ബോക്സിൽ അത് രേഖപ്പെടുത്തുകയും കൂടെ ചെയ്യുക. ഇഷ്ടപ്പെട്ട ക്ലാസ് ആണെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അതേയിട്ട് ചാനൽ കാണുന്ന കുട്ടികളാണെങ്കിൽ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുമ്പോൾ ഞാൻ ഓരോ ദിവസവും അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ രൂപത്തിൽ ലഭിക്കുകയും ചെയ്യും. അപ്പൊ അടുത്ത ദിവസം വളരെ നല്ലൊരു ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കാണാം കേട്ടോ.